Hi, welcome to Renisha CS Edu World. ഈ വീഡിയോയിൽ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ഹൗ ടു എക്സാമ്പിൾസ് ആണ്, എങ്ങനെയാണ് ഒരു അൽഗോരിതം എഴുതുന്നത്, എങ്ങനെ ഫ്ലോ ചാർട്ട് വരയ്ക്കും എന്നുള്ളതാണ്. അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് വേറെ സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്, find compound interest, and swap two numbers without using temporary variable, swap two numbers using temporary variable, and greatest of two numbers and largest of three numbers. ഇത്രയുമാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് പറയാൻ പോകുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് നമ്മൾ അറിയേണ്ടത് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് I ഈക്വൽ ടു PNR/100 ആണ്. I എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. P എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആൻഡ് ടൈം, N എന്ന് പറയുന്നത് ടൈം ഇൻ ഇയേഴ്സ് ആൻഡ് R ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത്രയുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ഇക്വേഷൻ അറിയാം, I is equal to PNR/100. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 3 ഇൻപുട്ട് ആണ്. P കൊടുക്കണം, N കൊടുക്കണം, R കൊടുക്കണം. ഓക്കെ, പിന്നെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഒരു അൽഗോരിതം എഴുതുന്നുള്ളതാണ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ആദ്യം എഴുതേണ്ടത് സ്റ്റാർട്ട്. സെക്കൻഡ് ഞാൻ പറഞ്ഞു 3 ഇൻപുട്ട് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അതിന്റെ ഇക്വേഷൻ PNR/100 ആണ്. അപ്പൊ PN ഉം R ഉം നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. അപ്പൊ റീഡ് ഏതൊക്കെയാണ് റീഡ് ചെയ്യേണ്ടത്? P, N, R. ഓക്കെ, 3 നമ്മൾ ഇൻപുട്ട് ആയിട്ട് റീഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഇക്വേഷന്റെ അകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ എന്താണ്? I is equal to PNR/100. ഓക്കെ, അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ കിട്ടിയ റിസൾട്ട് പ്രിന്റ് ചെയ്യുക. പ്രിന്റ് I, then stop. This is the simple interest. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്? സ്റ്റാർട്ട് ഓൾറെഡി നമ്മൾ ഏതിനകത്ത് വരയ്ക്കണം? ഓവൽ ഷേപ്പിനകത്ത് നമ്മൾ സ്റ്റാർട്ട് എഴുതണം. നെക്സ്റ്റ് ഇൻപുട്ട് ആണ്. ഇൻപുട്ടിന് വേണ്ടി എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പാരലോഗ്രാം. ഇപ്പൊ പാരലോഗ്രാം നമ്മൾ വരയ്ക്കുക. അതിന്റെ അകത്ത് നമ്മൾ ഇൻപുട്ട് റീഡ് ചെയ്യണം. റീഡ് P, N and R. റീഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ്. I is equal to P into N into R/100. കാൽക്കുലേറ്റ് ചെയ്ത റിസൾട്ട് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. ദാറ്റ് ഇസ് ഔട്ട്പുട്ട്. അപ്പൊ ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പാരലോഗ്രാം, പ്രിന്റ് I, then stop. ഓവലിന്റെ അകത്ത് സ്റ്റോപ്പ് ചെയ്യാം. This is the algorithm and a flow chart for find simple interest. Next is the compound interest. Compound interest calculate ചെയ്യണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ഇക്വേഷൻ എന്താണ്? Compound interest is equal to P into 1 plus R/100 the whole raised to N minus P. This is the equation to find compound interest. Already നമ്മൾ പറഞ്ഞു ഇവിടെ ഉള്ളത് P ആണ്. P is the principal amount. R എന്ന് പറയുന്നത് annual rate of interest and N is time in years. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ അതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ അകത്ത് കൊടുക്കുന്നത് ഏതാണ്? 3 ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. ഏതൊക്കെയാ? P, R and N. ഓക്കെ, അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അവിടെ എന്താണ്? ഇക്വേഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ അവിടെ ഉള്ള ഇക്വേഷൻ പകരം എന്തൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ഇക്വേഷൻ മാത്രം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം സ്റ്റാർട്ട്, ദെൻ റീഡ് 3 ഇൻപുട്സ് ഏതൊക്കെയാ? പി എൻ ആർ. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ കൊടുത്താൽ മതി. ഏതാ? I is equal to P into 1 plus R by 100 the whole raised to n minus P കൊടുക്കുക. ഈ ഇക്വേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് എവിടെ കിട്ടും? ഐക്കകത്ത് കിട്ടും. ആ റിസൾട്ട് പ്രിന്റ് ചെയ്യിക്കുക, ദെൻ സ്റ്റോപ്പ്. ഇപ്പൊ ഫ്ലോ ചാർട്ടിന്റെ അവിടെ എന്താണ്? സെയിം തന്നെയാണ് വരുന്നത്. നേരത്തെ ഫ്ലോ ചാർട്ട് വരച്ച പോലെ തന്നെ വരും. ഉള്ളി ഇക്വേഷന്റെ അവിടെ മാത്രം എന്ത് ചെയ്യാം? നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആദ്യം സ്റ്റാർട്ട് കൊടുത്തു, ദെൻ നമ്മുടെ ഇൻപുട്ട് ആണ് PNR കൊടുക്കുന്നത്, അത് പാരലോഗ്രത്തിനകത്ത് കൊടുത്തു. ദെൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to P into 1 plus R by 100 the whole raised to n minus P. ഐയുടെ വാല്യൂ നമുക്ക് കിട്ടി. ദെൻ കിട്ടിയ വാല്യൂ എന്ത് ചെയ്യണം? റിസൾട്ട് നമ്മൾ പ്രിന്റ് ചെയ്യിക്കുക. പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ ഇസ് ഔട്ട്പുട്ട്. ഓക്കെ, therefore we use a parallelogram, then stop. This is the algorithm to find compound interest. Next is swap two numbers using temporary variable. Swapping എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർചേഞ്ചിങ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ കൊടുക്കുവാണ് എ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ അകത്ത് 5 ഉണ്ട്, ബിക്കകത്ത് 2 ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരണം? എക്കകത്ത് 2 വരണം, ബിക്കകത്ത് 5 വരണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇന്റർചേഞ്ച് ചെയ്യണം. മനസ്സിലായോ? ഈ ഒരു ഇത് അൽഗോരിതം എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? എക്കകത്ത് 2ഉം ബിക്കകത്ത് 5 എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഇത് പറഞ്ഞേക്കുന്ന ഇതാണ്, ഇന്റർചേഞ്ച് ചെയ്യുക യൂസിങ് ടെമ്പററി വേരിയബിൾ. ടെമ്പററി വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് വേറെ ഒരു വേരിയബിളിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ എയും ബിക്കും പകരം ഒരു സി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു വേരിയബിൾ, അല്ലെങ്കിൽ ടെമ്പ് എന്ന് പറഞ്ഞ വേറൊരു വേരിയബിളിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു എക്കകത്ത് 5 ഉണ്ട്, ബിക്കകത്ത് 2 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യാം? ടെമ്പിന്റെ അകത്തോട്ട് ഞാൻ എന്ത് കൊടുത്തു? ഇക്കകത്തെ വാല്യൂ കൊണ്ടുവച്ചു. അപ്പം ഇവിടെ എന്താ കിട്ടുന്നത്? ടെമ്പിന്റെ അകത്ത് 5 എന്നുള്ള വാല്യൂ ആണ് ഉള്ളത്. എക്കകത്ത് ഞാൻ ഇനി ബിയുടെ വാല്യൂനെ കൊണ്ട് വെക്കുക. അപ്പൊ എക്കകത്ത് ബിയുടെ വാല്യൂനെ കൊടുക്കുമ്പോൾ ബിക്കകത്ത് ഇപ്പൊ എത്ര ആയിരുന്നു? 2 ആയിരുന്നു. ആ 2 എന്നുള്ള വാല്യൂനെയാണ് ഇവിടെ കൊണ്ടുവച്ച് എക്കകത്ത്. അപ്പൊ എക്കകത്ത് ഇപ്പൊ എത്ര വന്നു? 2 വന്നു. ഇനി ബിക്കകത്ത് നമ്മൾ ഏതിനെ കൊണ്ടുവെക്കണം? എ കൊണ്ടുവച്ചാൽ പറ്റുമോ? ഈ ബിക്കകത്തോട്ട് എ കൊണ്ടുവച്ചാൽ എക്കകത്ത് ഇപ്പൊ എത്ര വാല്യൂ ആ? 2 ആണ്. അതാണ് കിട്ടുന്നത്. പക്ഷെ 5 എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ടെമ്പിന്റെ അകത്താ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ബിക്കകത്ത് ടെമ്പ് എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് വരും? ടെമ്പിന്റെ അകത്ത് 5 ആണ്. ആ 5നെ എന്ത് ചെയ്യും? ബിക്കകത്ത് കൊണ്ട് വെക്കും. മനസ്സിലായോ? അതായത് ഒരു ടെമ്പററി വേരിയബിൾ, ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പിന്റെ അകത്ത് എന്ത് ചെയ്യുക? എ കൊണ്ട് വെക്കുക. അപ്പൊ എക്കകത്ത് 5 ആയിരുന്നു. ആ 5 എന്നുള്ള വാല്യൂ എങ്ങോട്ട് പോകും? ടെമ്പിന്റെ അകത്ത് പോകും. അപ്പൊ ടെമ്പിന്റെ അകത്ത് 5 വന്നു. ദെൻ ഇനിയും എക്കകത്ത് ബി യെ കൊണ്ടുവച്ചു. ഇവിടെ ടെമ്പിന്റെ അകത്ത് കൊണ്ട് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ബിക്കകത്ത് കൊണ്ടുവച്ച് എക്കകത്ത് എ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ, എയുടെ വാല്യൂ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് വേറൊരു വേരിയബിളിന്റെ അകത്ത് നമ്മൾ അത് കൊണ്ട് വെച്ചത്. ഇനി എ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? ബിക്കകത്ത് ഇപ്പോൾ 2 ആണ്. ആ 2നെ കൊണ്ടുപോയി എവിടെ വെച്ചു? എക്കകത്ത് വെച്ചു. അപ്പൊ എക്കകത്ത് എത്ര വന്നു? 2. ഇനി ബിക്കകത്ത് എത്ര, ഏതാ വാല്യൂ വരേണ്ടത്? 5 ആണ്. 5 എന്നുള്ള വാല്യൂ ഇവിടെ എവിടെ ഉള്ളത്? ടെമ്പിന്റെ അകത്താണ്. അതിനെ കൊണ്ടുപോയി ഇവിടെ വെച്ചു. ഓക്കെ, മനസ്സിലായ? അപ്പൊ ഇതിന് അൽഗോരിതം എങ്ങനെ എഴുതും? ആദ്യം സ്റ്റാർട്ട്, നെക്സ്റ്റ് റീഡ്. 2 നമ്പർ ആണ് വേണ്ടത് അല്ലെ? അപ്പൊ ആ 2 നമ്പറിനെ നമുക്ക് റീഡ് ചെയ്യണം. റീഡ് 2 നമ്പേഴ്സ് എ ആൻഡ് ബി. 2 നമ്പർ റീഡ് ചെയ്തു, എയും ബിയും. ഇനി എന്ത് ചെയ്യണം? ടെമ്പ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിന്റെ അകത്തോട്ട് എ കൊണ്ട് വെച്ചു. ഇനി നെക്സ്റ്റ് എക്കകത്ത് എന്തിനെ കൊണ്ടുവച്ചു? ബി യെ കൊണ്ടുവച്ചു.
ബിക്കകത്ത് ടെമ്പിനെ കൊണ്ട് വെച്ചു. ദെൻ പ്രിന്റ് ചെയ്യിക്കുക. പ്രിന്റ് ചെയ്യിക്കുമ്പോ എന്ത് വരും? പ്രിന്റ് എ ആൻഡ് ബി ആഫ്റ്റർ സ്വാപ്പിംഗ്. സ്വാപ്പ് ചെയ്തതിനു ശേഷം എയുടെ ബിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യിക്കുക. ദെൻ സ്റ്റോപ്പ്. ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എയുടെ വാല്യൂ 1 ആന്നിരിക്കട്ടെ, ബിയുടെ വാല്യൂ 3 ആന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെ എന്ത് വരും? temp is equal to a എന്ന് പറയുമ്പോ എയുടെ ഇപ്പൊ എത്ര വാല്യൂ? 1. ആ വാല്യൂ ആണ് ഈ ടെമ്പിന്റെ അകത്ത് വരുന്നത്. Then a is equal to b. a is equal to b എന്ന് പറയുമ്പോൾ ബിയുടെ വാല്യൂ 3 ആണ്. ആ 3 എന്നുള്ള വാല്യൂ എവിടെ വരും? എയുടെ അകത്ത് വരും. ഓക്കെ. Then b is equal to temp എന്ന് പറയുമ്പോൾ ടെമ്പിന്റെ അകത്ത് ഏത് വാല്യൂ? 1 ആണ്. ബിക്ക് അകത്ത് ഏത് വാല്യൂ വരും? എന്നപ്പോ 1 എന്ന് പറഞ്ഞ വാല്യൂ വരും. ഓക്കെ. അപ്പൊ ഇപ്പൊ എക്കകത്ത് എത്ര വാല്യൂ ആണ്? ഏത് വാല്യൂ? 3. ബിക്കകത്തോ 1. അപ്പൊ പ്രിന്റ് ചെയ്യുമ്പോ എന്ത് വരും? എയുടെ a equal to 3 എന്ന് വരും, b equal to 1 എന്ന് വരും ആഫ്റ്റർ സ്വാപ്പിംഗ്. ആദ്യം സ്റ്റാർട്ട് യൂസിങ് ellipse. നെക്സ്റ്റ് ഇൻപുട്ട് ആണ്. ഇൻപുട്ട് പാരലോഗ്രാം. റീഡ് 2 നമ്പർ എ ആൻഡ് ബി. 2 നമ്പർ റീഡ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യാം? ടെമ്പററി വേരിയബിളിന്റെ അകത്ത് നമ്മൾ എ സ്റ്റോർ ചെയ്യാം. temp is equal to a. പ്രോസസിംഗ് ആണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ റെക്ടാംഗിൾ യൂസ് ചെയ്യുന്നത്. a is equal to b. നെക്സ്റ്റ് b is equal to temp. റിസൾട്ട് നമ്മൾ പ്രിന്റ് ചെയ്യാം. print a and b after swapping. Swapping എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു ഇന്റർചേഞ്ചിങ് ആണ് മീനിങ്. സ്റ്റോപ്പ്. This is the algorithm to swap 2 number using temporary variable. Next, swap 2 numbers without using temporary variable. നമ്മൾ നേരത്തെ എന്താ എയുടെ വാല്യൂ ഒരു ടെമ്പററി വേരിയബിളിന്റെ അകത്തോട്ട് സ്റ്റോർ ചെയ്തിട്ടാണ് അത് എടുത്തത്. അങ്ങനെ ചെയ്യരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. വിത്തൗട്ട് യൂസിങ് ടെമ്പററി വേരിയബിൾ വി ക്യാൻ ഇന്റർചേഞ്ച് 2 നമ്പർ. 2 നമ്പറിനെ ഇന്റർചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. ഓക്കെ. അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ്? എയുടെ വാല്യൂ 5 ആന്നിരിക്കട്ടെ, ബിയുടെ വാല്യൂ 2. ഓക്കെ. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ a is equal to a plus b എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് വരും? എയുടെയും ബിയുടെയും വാല്യൂ ആഡ് ചെയ്തിട്ട് ഇവിടെ വരും. ഓക്കെ. അപ്പൊ 5 plus 2 എന്ന് പറയുന്നത് എത്ര കിട്ടി? 7 കിട്ടി. ഇനി ബി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? a minus b. എക്കകത്ത് ഏത് വാല്യൂ? 7. 7 ന്ന് 2 വരയ്ക്കുക. 7 ന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. ഇനി എയുടെ വാല്യൂ കിട്ടണമെങ്കിലോ? എയുടെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ a മൈനസ് ബി. എക്കകത്ത് എത്രയാണ്? 7 ആണ് വാല്യൂ. 7 അകത്തുനിന്ന് ഇപ്പോഴും ബിക്കകത്തുള്ള വാല്യൂ 5 ആണ്. 7 മൈനസ് 5 2 നമുക്ക് കിട്ടും. നോക്കി, ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ബിക്കകത്ത് ഏത് വാല്യൂ? 5 എന്നുള്ള വാല്യൂ കിട്ടും. എക്കകത്ത് 2 എന്നുള്ള വാല്യൂ കിട്ടും. മനസ്സിലായോ? ഇപ്പൊ a is equal to 5, b is equal to 2 എന്നാ പറഞ്ഞത്. a is equal to a plus b എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 7 വന്നു. 7 ന്ന് എന്ത് കുറച്ചാൽ മതി? ഈ 2 കുറച്ച് കഴിയുമ്പോൾ എന്ത് വരും? ബിക്കകത്ത് 5 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ. എക്കകത്ത് ഓൾറെഡി 7 ആണ്. 7 ന്ന് ഈ ബിയുടെ വാല്യൂ കുറച്ച് കഴിയുമ്പോൾ ബാക്കി എന്ത് വരും? 2 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പം സ്വാപ്പിംഗ് നടന്നു, ഇന്റർചേഞ്ചിങ് നടന്നു. അപ്പൊ ഇതിന്റെ അൽഗോരിതം എങ്ങനെ എഴുതും? സ്റ്റാർട്ട്. നെക്സ്റ്റ് റീഡ് 2 numbers a and b. a is equal to a plus b. b equal to a minus b.
A is equal to A minus B. Print your result. Print A and B after swapping. Stop. ഇവിടെ നമ്മൾ എക്സാമ്പിൾ ഒന്നും ഇടാം. ഇപ്പം എയുടെ വാല്യൂ 7, ബിയുടെ വാല്യൂ 3 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് വരും A is equal to 7 plus 3. 7 plus 3 10 എന്ന് കിട്ടി. B is equal to എയുടെ ഇപ്പോഴത്തെ വാല്യൂ ഇതാണ് എയുടെ ലാസ്റ്റ് വാല്യൂ. അത് എത്ര? 10. 10 മൈനസ് എങ്ങനെ കിട്ടുന്നത്? 10 മൈനസ് ബിയുടെ വാല്യൂ 3 ആണ്. 3 എത്ര കിട്ടി? 7. ഇപ്പൊ ഇനിയും ഈ 3 എന്നുള്ള വാല്യൂ അല്ലേ ബിക്കകത്ത് കിടക്കുന്നത്? ബിക്കകത്ത് കിടക്കുന്നത് 7 എന്നുള്ള വാല്യൂ. ലാസ്റ്റ് ഏത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണോ അതാണ് ആ വേരിയബിളിനകത്ത് കാണുന്നത്. ഇനി A is equal to A minus B. എക്കകത്ത് ഏതാ വാല്യൂ? 10 മൈനസ് ബിക്കകത്ത് ഏതാ? 7. ഈ 3 എല്ലാം 7 ആണ്. കാരണം ലാസ്റ്റ് ഏതാണോ എക്സിക്യൂട്ട് ചെയ്യുന്ന വാല്യൂ അതാണ് വരുന്നത്. 7 ഇറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പം ബിക്കകത്ത് 7 എന്നുള്ള വാല്യൂ വന്നു, എക്കകത്ത് 3 എന്നുള്ള വാല്യൂ വന്നു. ആ റിസൾട്ട് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം. സ്റ്റാർട്ട്. read two numbers. A and B. Then A is equal to A plus B. ഇതെല്ലാം പ്രോസസ്സിംഗ് ആണ്. അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ അങ്ങനെ വരുന്നതെല്ലാം പ്രോസസ്സിംഗ് ആണ് വരിക. B is equal to A minus B. A is equal to A minus B. Result print ചെയ്യാം. Print A and B after swapping. Stop. This is the algorithm to swap two numbers without using temporary variable. This is the largest of two numbers. രണ്ട് നമ്പറിന്റെ ലാർജസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ എയും ബിയും രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ഇതിന്റെ ലാർജസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 4. ഇങ്ങനാണെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ എടുക്കാൻ പറ്റുന്നത്? ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ ഒന്നുകിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ നമുക്ക് ലെസ് ആണോ ഗ്രേറ്റർ ആണോ നമുക്ക് അങ്ങനെ ചെക്കിങ് നടത്താം അല്ലെ. അപ്പൊ ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുവാണ്. എ ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതായിരിക്കും ഗ്രേറ്റർ? ഇപ്പൊ അതായത് 1 ഗ്രേറ്റർ ദാൻ 4 എന്നാണ് വരുന്നത്. ഈ കണ്ടീഷൻ എന്താ? ട്രൂ ആണോ? ട്രൂ അല്ല. അപ്പൊ അങ്ങനെയാണ് ഏതാണ് പ്രിന്റ് ആയിട്ട് ഏതാണ് നമുക്ക് ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്? ബി ആണ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. ഇപ്പം ഫോർ എക്സാമ്പിൾ വേറെ ഒരെണ്ണം എടുക്കുവാണ്. എയുടെ വാല്യൂ എയും ബിയും ഉണ്ട്. എയുടെ വാല്യൂ 7, ബിയുടെ വാല്യൂ 3. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാണ് എ ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അതായത് 7 ഗ്രേറ്റർ ദാൻ 3. അപ്പൊ ഈ കേസിൽ ഏതാണ് വരേണ്ടത്? ഇതാണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലെ. എ ഈസ് ഗ്രേറ്റർ. അപ്പം ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് പറയണം? ബി ആണ് ഗ്രേറ്റർ എന്ന് പറയണം. ഇത് ട്രൂ ആണെങ്കിൽ എ ഈസ് ഗ്രേറ്റർ എന്ന് പറയണം. അല്ലെ. അപ്പൊ ഇതെങ്ങനെയാണ് അപ്പൊ അൽഗോരിതം എഴുതുന്നത്? ആദ്യം സ്റ്റാർട്ട്. നെക്സ്റ്റ് റീഡ് ടു നമ്പേഴ്സ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയണം? then print A is greater. അങ്ങനാണെങ്കിൽ എന്താ പറയണ്ടേ? print A is greater. otherwise print
B is greater. Okay, then stop. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് നമ്പർ എടുത്തു. ഇപ്പം അതാ പറഞ്ഞ എയുടെ വാല്യൂ 5 ബിയുടെ വാല്യൂ 2 ആണെന്നിരിക്കട്ടെ. അപ്പൊ 5 ഗ്രേറ്റർ ദാൻ 2 എന്നാ വന്നേ. അപ്പൊ ഈ കണ്ടീഷൻ എന്താണ്? ട്രൂ. ട്രൂ ആണെങ്കിൽ ഏത് വരണം? ദാൻ. ഇത് ട്രൂ ആണോ? ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് എ ഈസ് ഗ്രേറ്റർ. എ ആണ് ഗ്രേറ്റർ എന്ന് അവിടെ പ്രിന്റ് ചെയ്യണം. അതർവൈസ് ഇത് ഫോൾസ് ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ കേസിൽ 5 2 ആണ്. ഈ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്ത് വരും? പ്രിന്റ് എ ഈസ് ഗ്രേറ്റർ എന്ന് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് 3 ആൻഡ് ദിസ് ഈസ് 5. അപ്പൊ ഇവിടെ വരുമ്പോൾ 3 ഗ്രേറ്റർ ദാൻ 5. ദിസ് കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ ഫോൾസ് ആണെങ്കിൽ ഈ ദെൻ എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അതർവൈസ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതർവൈസിനകത്ത് എന്താ കിടക്കുന്നത്? പ്രിന്റ് ബി ഈസ് ഗ്രേറ്റർ. ബിയുടെ വാല്യൂ ആണ് ഇവിടെ ഗ്രേറ്റർ. അത് പ്രിന്റ് ചെയ്യും, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായത്? സ്റ്റാർട്ട് ചെയ്തു. Then read 2 numbers. ഇൻപുട്ട് നമ്മൾ കൊടുത്തു. Numbers A and B. Then checking ആണ്. Checking ആണെങ്കിൽ it is a decision making. Decision making ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമണ്ട് ആണ്. അപ്പൊ ആ ഡയമണ്ടിന്റെ അവിടെയാണ് നമ്മൾ ഈ കണ്ടീഷൻ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. A greater than B. A greater than B ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിസൾട്ട് വരും. ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പം ഇവിടെ നമ്മൾ ട്രൂ, ഇത് ഫോൾസ്. ഇപ്പൊ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഏതാ? പ്രിന്റ് എ ഈസ് ഗ്രേറ്റർ. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആണെങ്കിൽ ഏതാണ്? എ ഈസ് ഗ്രേറ്റർ. ഫോൾസ് ആണെങ്കിൽ ഏത് വരും? ബി ഈസ് ഗ്രേറ്റർ. അപ്പം ഔട്ട്പുട്ട് ആണ് നമ്മൾ. അപ്പം പാരലോഗ്രാം യൂസ് ചെയ്യണം. പ്രിന്റ് ബി ഈസ് ഗ്രേറ്റർ. എന്നിട്ട് ഇത് രണ്ടും എന്ത് ചെയ്താൽ എങ്ങോട്ടാ പോകണ്ടേ? സ്റ്റോപ്പിലേക്കാണ് പോകേണ്ടത്. മനസ്സിലായോ? റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആണെങ്കിൽ ഏതാ? എ ആയിരിക്കും ഗ്രേറ്റർ. ട്രൂ ആണെങ്കിൽ എ ഗ്രേറ്റർ എന്ന് വരും. ഫോൾസ് മീൻസ് ബി ഈസ് ഗ്രേറ്റർ. ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ബി ഗ്രേറ്റർ ആണെന്ന് വരും. ദെൻ സ്റ്റോപ്പ് ചെയ്യും. This is the algorithm and flowchart to find largest of 2. Next, largest of 3 numbers. 3 നമ്പർ ഉണ്ട്. അതിന്റെ അകത്ത് നമുക്ക് ലാർജസ്റ്റ് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ എ ബി ആൻഡ് സി 3 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ ഇറ്റ് ഈസ് 1, സിയുടെ വാല്യൂ 6 എന്നിരിക്കട്ടെ. ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചെങ്കിൽ ബിഗ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എടുക്കുക. അതാണ് ലാർജസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത്. ലാർജസ്റ്റ് വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബിഗ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ആണെങ്കിൽ ആദ്യം എയുടെ വാല്യൂ എടുത്ത് ബിഗിനകത്ത് കൊണ്ടുവെക്കും. അത് എത്ര വരും? അപ്പം എയുടെ വാല്യൂ 4. ബിഗ് ബി ഗ്രേറ്റർ ലെസ് ദാൻ ബി ആണോ നോക്കും. അപ്പം ലെസ് ദാൻ ബി ആണെങ്കിൽ ബിഗിനെക്കാളും എന്തായിരിക്കും? ബിയുടെ വാല്യൂ ആയിരിക്കും വലുതായി വരേണ്ടത്. ഓക്കെ, അപ്പൊ ഈ കേസില് ബിഗിന്റെ വാല്യൂ എത്ര? 4 ആണ്. 4 ലെസ് ദാൻ 1. 4 ലെസ് ദാൻ 1 ആണോ നോക്കും. അല്ല. എന്ത് വന്നേനെ? ബിഗിന്റെ വാല്യൂ ബി ആയിട്ട് വന്നേനെ. ഓക്കെ, ഈ കേസില് ബിഗ് ലെസ് ദാൻ ബി ആണോ നോക്കും. ബിഗിന്റെ വാല്യൂ 4 ആണ്. 4 ലെസ് ദാൻ ബി. ഓക്കെ, 1 ആണോ നോക്കും. അല്ല. അല്ല എന്നുണ്ടെങ്കിൽ ബിഗിന്റെ വാല്യൂന് ചേഞ്ച് വരത്തില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ബിഗിന്റെ അകത്ത് സിയു ആയിട്ട് നോക്കും. ബിഗിന്റെ അകത്ത് ഇപ്പൊ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 4 ആണ്. അപ്പൊ 4 ലെസ് ദാൻ 6 ആണോ നോക്കും. 4 ലെസ് ദാൻ 6 ആണെങ്കിൽ ബിഗിന്റെ വാല്യൂ സി ആയിട്ട് മാറും. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്.
ഇപ്പൊ വേറൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. A, B and C. എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 6, സിയുടെ വാല്യൂ 8. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ബിഗിന്റെ അകത്ത് ഏത് വരും? എയുടെ വാല്യൂ വരും, അത് 10 ആണ്. ഇനി നമ്മൾ നോക്കും ബിഗ് ലെസ് ദാൻ 6 ആണോ നോക്കും, അതായത് ബി ആണോ നോക്കും. 10 ലെസ് ദാൻ ബി ആണോ? അല്ല, അല്ലെങ്കിൽ ബിക്ക് അവിടെ ചേഞ്ച് വരത്തില്ല. ഇനി അടുത്തത് നോക്കും ബിഗ് ലെസ് ദാൻ സി ആണോ നോക്കും. ബിഗിന്റെ അകത്ത് ഓൾറെഡി 10 ആണ്, 10 ലെസ് ദാൻ 8 ആണോ നോക്കും. കണ്ടീഷൻ ഫോൾസ് ആണ്, ഫോൾസ് ആണെങ്കിൽ അവിടെ ഒന്നും ചെയ്യത്തില്ല. അപ്പം ലാസ്റ്റ് ഇവിടെ വരുമ്പോൾ ബിഗിന്റെ അകത്ത് ഏതാണോ വാല്യൂ ഉള്ളത് അതായിരിക്കും ലാർജസ്റ്റ്. ഇവിടെ വരുമ്പോൾ ബിഗിന്റെ അകത്ത് ഏത് വാല്യൂ ഉള്ളത്? 10 ആണ്, അത് പ്രിന്റ് ചെയ്യും. മനസ്സിലായി? A is equal to 10 എന്ന് തന്നെ എടുത്തു, B is equal to 13 and C is equal to 5. B is equal to A എന്നാണ്. ഇപ്പൊ ബിഗിനകത്ത് ഏത് വാല്യൂ വരും? 10. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ബിഗ് ലെസ് ദാൻ ബി ആണോ നോക്കും. അതായത് 10 ലെസ് ദാൻ 13 ആണോ? കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ബിഗിന്റെ വാല്യൂ ഏതാവും? ബി ആവും. ബിക്ക് അത് ഇപ്പൊ ഏതാ ഉള്ളത്? 13. അപ്പം ബിഗിന്റെ അകത്ത് ഏത് വരും? 13 എന്നുള്ള വാല്യൂ വരും. ഇനിയും അടുത്ത നോക്കുന്നത് ബിഗ് ലെസ് ദാൻ സി ആണോ നോക്കുക. ആണോ? 13 ലെസ് ദാൻ 5 ആണോ? അല്ല. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ചിങ് ഒന്നും നടക്കത്തില്ല. അപ്പൊ ലാസ്റ്റ് ബിഗിന്റെ അകത്ത് ഏതാണോ വാല്യൂ അതായിരിക്കും ലാർജസ്റ്റ് വാല്യൂ. ബിഗിന്റെ അകത്ത് ഏത് വാല്യൂ ഉള്ള? 13 എന്നുള്ള വാല്യൂ ആണ്. അപ്പൊ ലാർജസ്റ്റ് എന്ന് പറഞ്ഞ ഏത് വരും? 13 ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യും. ഫസ്റ്റ് സ്റ്റാർട്ട്. സെക്കൻഡ് read 3 numbers A, B and C. 3 നമ്പർ റീഡ് ചെയ്യും. ഇനി എന്താ ചെക്ക് ചെയ്യാൻ പറഞ്ഞു? ആദ്യം ചെയ്യേണ്ടത് ബിഗ് എന്ന് പറഞ്ഞൊരു വേരിയബിളിന്റെ അകത്തോണ്ട് ആദ്യത്തെ വേരിയബിളിനെ കൊണ്ടുവെക്കും. അപ്പൊ ബിഗ് ഈസ് ഈക്വൽ ടു എ എന്ന് കൊണ്ടുവച്ചു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുവാണ് ഇഫ് ബിഗ് ഗ്രേറ്റർ ദാൻ ബി, ദെൻ അങ്ങനാണെങ്കിൽ എന്ത് കൊടുക്കണം? ബിഗ് ഈസ് ഈക്വൽ ടു ബി. അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി അടുത്ത നോക്കും ഇഫ് ബിഗ് ഗ്രേറ്റർ ദാൻ സി ആണെന്ന് നോക്കും. അങ്ങനാണെങ്കിൽ ബിഗ് ഈസ് ഈക്വൽ ടു സി. ഓക്കെ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏത് ബിഗിന്റെ അകത്തുള്ളതായിരിക്കും ലാർജസ്റ്റ് വാല്യൂ പ്രിന്റ് ചെയ്യും. Then stop. ഡ്രോ ചെയ്യുന്നുള്ളത് പറയാൻ വന്നു. അപ്പൊ അതിന്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട്. ദെൻ നമുക്ക് 3 നമ്പറിനെ റീഡ് ചെയ്യണം. ഇപ്പൊ റീഡ് 3 numbers A, B and C. പിന്നെ നമ്മൾ ബിഗിന്റെ അകത്തോട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? എ കൊണ്ടുവച്ചിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യണം. ബിഗ് ലെസ് ദാൻ ബി ആണോ എന്ന് നോക്കണം. ലെസ് ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ബിഗിന്റെ വാല്യൂ ബി ആകുക. ഫോൾസ് ആണെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും എങ്ങോട്ട് പോകണം? അടുത്ത ചെക്കിങ്ങിന് വേണ്ടി പോകണം. അടുത്ത എന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത്? ബിഗ് ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കണം. ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരണം? ബിഗിന്റെ വാല്യൂ സി ആവും. ബിഗ് ഈക്വൽ ടു സി. ഓക്കെ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ കൊണ്ട് തീർന്നു. നമുക്ക് ഇനി റിസൾട്ട് പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കണക്ടർ ഇവിടെ കൊടുത്തു, എ എന്ന് പറഞ്ഞ് കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി. എ കൊടുത്തു. ഇനി എന്താ ചെയ്യണ്ടേ? പ്രിന്റ് ചെയ്യിപ്പിക്കുക. പ്രിന്റ് ചെയ്യിക്കുക. Then stop. ഇത് മനസ്സിലായോ? 3 നമ്പർ റീഡ് ചെയ്തു. ബിഗിന്റെ അകത്ത് നമ്മൾ എ കൊണ്ടുവച്ചു. പിന്നെ ചെക്കിങ് കണ്ടോ? ഇവിടെ പറയുമ്പോഴത്തേന് ബിഗ് ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കും. ആണെങ്കിൽ ഇത് ചെയ്യുക. ഓക്കെ. ചെയ്തിട്ട് ഇങ്ങോട്ട് പോവാം. അല്ലെങ്കിലോ
ഇത് ചെയ്യാതെ ഇങ്ങോട്ട് പോവാം. അതാ പറഞ്ഞിരിക്കുന്നുണ്ടോ, ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് അടുത്ത ചെക്കിങ് പോവാം. ഫോൾസ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അടുത്ത ചെക്കിങ്ങിന് പോയാൽ മതി. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇങ്ങനെയാണ് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പറഞ്ഞാല് ചെക്ക് നമ്പർ ഇസ് ഈവൻ ഓർ ഓഡ്. ഈവൻ ആണോ അതോ ഓഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്താണ്, റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ അത് ഈവൻ അല്ലെങ്കിൽ ഓഡ്. എന്നിന്റെ വാല്യൂ 7 ആണെങ്കിൽ ഇപ്പം n മോഡ് 2, ഈ മോഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് റിമൈൻഡർ കിട്ടാനായിട്ടാണ്. അതായത് ഇപ്പൊ നമ്മൾ 7 ആണെങ്കിൽ 7/2 എന്ന് എടുത്തു കഴിഞ്ഞാൽ എത്ര കൊണ്ട് ചെയ്യാൻ പറ്റും? 3, 6, ബാലൻസ് ഇവിടെ വരുന്ന 1. ഇതായിരിക്കും നമ്മുടെ മോഡുലോ ഓപ്പറേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പൊ 2 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഇപ്പൊ 8 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4, 8, 0. ഓക്കെ, റിമൈൻഡർ ഇവിടെ എന്താണ്? 0 ആയി. അപ്പം ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ അതിന്റെ എന്തായിരിക്കും? റിമൈൻഡർ 0 ആയിരിക്കും. ഓഡ് ആണെന്നുണ്ടെങ്കിൽ 0 അല്ലായിരിക്കും. അപ്പം ഇവിടെ നോക്കുക, ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പം 0 ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈവൻ, അല്ലെങ്കിലോ അതർവൈസ് ഓഡ്. മനസ്സിലായ? അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത്? ആദ്യം സ്റ്റാർട്ട്, റീഡ് എ നമ്പർ. n എന്ന് പറഞ്ഞ നമ്പർ റീഡ് ചെയ്തു. ചെക്ക് ചെയ്യുക. ഇഫ് n മോഡ് 2 ഈക്വൽ ടു 0, n മോഡ് 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? then print n is even. n എന്ന് പറയുന്നത് ഈവൻ ആണ്. അതർവൈസ് n is odd. n എന്ന് പറയുന്നത് ഓഡ് ആണ്. then stop. മനസ്സിലായി? എടുത്തിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. 0 ആണെന്നുണ്ടെങ്കിൽ n എന്ന് പറയുന്നത് ഈവനാ, അല്ലെങ്കിലോ n എന്ന് പറയുന്നത് ഓഡ് ആണ്. ദിസ് ഈസ് സ്റ്റാർട്ട്, read a number n. അടുത്ത നമ്മൾ ചെക്ക് ചെയ്യാണ് വേണ്ടത്. എന്താണ് ചെക്ക് ചെയ്യുന്നത്? n മോഡ് 2 ഈക്വൽ ടു 0 ആണോ നോക്കാം. if n മോഡ് 2 ഈക്വൽ ടു 0 is true, false. ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരണം? is print n is even, അല്ലെങ്കിലോ odd. then stop. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാല് സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായോ? ചെക്ക് ചെയ്തു. പെന്നിന്റെ വാല്യൂ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ വരും 3 മോഡ് 2. 3 മോഡ് 2 0 ആണോ? അല്ല, 3 മോഡ് 2. റിമൈൻഡർ 1 വരുന്നുണ്ട്. അപ്പൊ 2 n മോഡ് 2 ഈക്വൽ ടു 0 ആണോ? അല്ല. അല്ല എന്നുണ്ടെങ്കിൽ ഫോൾസ്. ഫോൾസിനകത്ത് എന്ത് വരും? n is odd. അപ്പൊ എന്ത് വരും? 3 is odd എന്ന് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്നത് 10 ആയിരുന്നെന്നുണ്ടെങ്കിൽ എന്ത് വന്നേനെ? n 10 ആണ്. 10 മോഡ് 2 ഈക്വൽ ടു 0 ആണോ നോക്കും. മോഡ് 2 എടുക്കുമ്പം 2, 5, 10, 0 അല്ലെ? 0 ആണ് വരുന്നത്. 0 ആണെന്നുണ്ടെങ്കിൽ എന്താ? ട്രൂ. ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? n is even. 10 is even എന്ന് പ്രിന്റ് ചെയ്യും. then stop. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ആൻഡ് സബ്സ്ക്രൈബ് ഐക്കണിൽ പ്രസ് ചെയ്യുക.
താങ്ക് യു.